കോട്ടയത്തെ KSRTC ബസ് പിന്നോട്ടൂരുണ്ട്, മതിലിലിടിച്ചു. സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ബസ്സാണ് പിന്നോട്ടൂരുണ്ട്. അപകടമുണ്ടായത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ജോസി ബാബു വിരളുമായി ചേരുന്നു. ജോസി, എന്താണ് ഉണ്ടായത്? അജിംസ്, ഞാൻ ഈ സംഭവ സ്ഥലത്താണ് നിൽക്കുന്നത്. KSRTC ബസ് സ്റ്റാൻഡാണ് നമുക്ക് പിന്നിൽ കാണുന്നത്. KSRTC ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ബസ് നിർത്തിയിട്ടിരിക്കുന്നത് പോലെ നിർത്തിയിട്ടിരുന്ന ബസ്സാണ് നിയന്ത്രണം നഷ്ടമായി പിന്നോട്ടുരുണ്ട് ഈ റോഡ് ക്രോസ് ചെയ്ത് ഈ കാണുന്ന മതിലിൽ ഇടിച്ചത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. പ്രസ് ക്ലബിൻ്റെയും PWD കെട്ടിടത്തിൻ്റെയും ചേർന്നുള്ള മതിലാണ് ഇടിച്ച് തകർത്തത്. എന്തായാലും ഈ സമയത്ത് വാഹനങ്ങൾ ഇല്ലായിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി. സാധാരണ നമുക്ക് അറിയാം, പകൽ സമയങ്ങളിൽ വലിയ രീതിയിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയാണ് ഈ ബസ് ക്രോസ് ചെയ്ത് വന്ന് മതിലിടിച്ചത്. 2 മാസം മുമ്പും സമാനമായ രീതിയിൽ പുലർച്ചെ ഇത്തരത്തിലൊരു അപകടമുണ്ടായിരുന്നു. അന്ന് അപകടമുണ്ടായി തകർന്ന തൂണിന്റെ ദൃശ്യങ്ങളും നമുക്ക് കാണാം. എന്തായാലും ജോസി, പിന്നോട്ട് വരുമ്പോൾ ഈ വണ്ടിയിൽ ഡ്രൈവർ ഉണ്ടായിരുന്നോ? വണ്ടിയിൽ യാത്രക്കാരുണ്ടായിരുന്നോ? അജിംസ, വണ്ടി ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടതിന് ശേഷം ബസ്സിന് അടവെക്കുന്നതിനായി ഡ്രൈവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ അപകടമുണ്ടായത്. ഡ്രൈവർ പറയുന്നത് ഈ ബ്രേക്ക് നഷ്ടപ്പെട്ടതാകാം ഇത്തരത്തിൽ വാഹനം പിന്നോട്ട് ഉരുളാൻ കാരണമെന്നാണ്. എന്തായാലും വാഹനം പിന്നോട്ടുരുണ്ട്. ബസ്സിൻ്റെ പിൻവശം ആണ് ഈ മതിലിൽ ഇടിച്ചത്. മതിൽ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. നേരത്തെ ഈ മതിലിൻ്റെ തൂൺ നേരത്തെ 2 മാസം മുമ്പുണ്ടായ അപകടത്തിൽ തകർന്ന് ഈ സമാനമായ രീതിയിൽ ഇവിടെ അപകടമുണ്ടായിരുന്നു. എന്തായാലും ഈ സമീപവാസികളായ ഓട്ടോറിക്ഷ ഡ്രൈവർമാരടക്കം പറയുന്നത് ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണം. ഇത്തരത്തിൽ വാഹനങ്ങൾ അശ്രദ്ധമായി നിർത്തിയിടുന്നതാണ് ഈ അപകടത്തിലേക്ക് വഴിവെക്കുന്നത്. അതുകൊണ്ട് മറ്റെന്തെങ്കിലും തരത്തിലുള്ളൊരു സമാന്തര സംവിധാനം വാഹനം നിർത്തുന്നതിനും അല്ലെങ്കിൽ ഇറങ്ങിപ്പോകുന്നതിനും ഈ KSRTC ബസ് സ്റ്റാൻഡിൽ സജ്ജീകരിക്കുകയാണ് ഇതിന് പരിഹാരമെന്നാണ്. ശരി, ജോസി ബാബുവാണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്.